ആരെ കണ്ടെന്ന് EP ജയരാജനോട് ഇത് കണ്ടിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ കണ്ടിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ ഞാൻ പലവട്ടം പറഞ്ഞു. അതേ ശോഭാ സുരേന്ദ്രൻ കുടുങ്ങാൻ പോണേ. ഇപ്പൊ പാർട്ടി നിർദ്ദേശപ്രകാരം EP എന്നെയും സുധാകരനെയും ശോഭയും പ്രതിയാക്കി പോലീസിൽ കംപ്ലൈന്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും അതിന് FIR വരും. അപ്പോൾ ശോഭ എനിക്കെതിരെ ഒരു FIR ഇട്ടുണ്ട് 509. ഞാൻ നോക്കിയെടുത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന്. 509 അവൈലബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. സബ്സെക്ഷൻ കൂടുതൽ കൂട്ടിച്ചേർക്കാണ്ടിരുന്നാൽ മതി എൻ്റെ കൂടെ. അതായത് ശോഭാ സുരേന്ദ്രൻ തട്ടിപ്പുകാരിയാണ്, പക്ക തട്ടിപ്പാണ്. ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ ലളിത ഹോട്ടലല്ല, അതാണ് ശോഭയുടെ തെറ്റ്. ITC മൗര്യയിലാണ് ശോഭ വന്നത്. ITC മൗര്യ വന്നിട്ട് PM-ന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ഒരാളെന്നും പറഞ്ഞ് ഒരു ആളെ എന്നെ സമീപിച്ചു ടേബിളിൽ. ഇങ്ങനെ കാണിച്ച ID എനിക്ക് സംശയം വന്നു. കാരണം PM ഒന്നൊരാളങ്ങനെ വരില്ല, നമ്മൾ ഡൽഹി കാണണമല്ല. അതിനിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരാൾ മൊബൈലിൽ പകർത്തണം. ഇവർ എൻ്റെ കൂടെ EP അവിടെ വരുന്നുള്ള പ്രതീക്ഷയിൽ ഇവരൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതാണ് ഇതെല്ലാം. അവിടെ വെച്ച് ശോഭയായിട്ട് തെറ്റി ടേബിളിൽ നിന്ന് എണീച്ചു പോയത്. പിന്നെ ഞങ്ങൾ സംസാരം ഉണ്ടായിട്ടില്ല, ഒരു റോളും ഇല്ല. ഇപ്പം എന്താ പ്രശ്നം എന്നറിയാമോ? ആ EP പരാതി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നോട് ബന്ധം ഏർപ്പെടുത്താൻ പറഞ്ഞ പേരിൽ അദ്ദേഹം മൊബൈലിൽ ബ്ലോക്ക് ചെയ്യാൻ പോണേന്ന്. അദ്ദേഹത്തിൻ്റെ 9447087633. ഞാൻ അദ്ദേഹത്തെ ലാസ്റ്റ് വിളിച്ചത് 25-ാം തീയതിയാണ്. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ച ശേഷമാണ് ഞാൻ നിങ്ങളെയൊക്കെ കണ്ടത്. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സുധാകരനും ശോഭയും പറയുന്നത് അസംബന്ധവും കളവുമാണ്, നമ്മുടെ സംഭവങ്ങൾ ഇന്നതാണ് നടന്നത്, പറഞ്ഞോട്ടെ. പറയാൻ പറഞ്ഞു. അവിടെ ഞാൻ തെറ്റുകാരനല്ല, ഞാൻ അദ്ദേഹത്തോട് തന്നെ സംസാരിച്ചത്. ഒരു മീറ്റിങ്ങിലും ശോഭ പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ 120B-യും ഏതെങ്കിലും IPC-യും കൂടി ചേർത്ത് FIR രജിസ്റ്റർ ചെയ്താൽ എന്നെ വിളിപ്പിക്കും, ഞാൻ അക്യൂസ്ഡ് ആവും. ശോഭ പ്രൂവ് ചെയ്യണം. ശോഭ രാമനിലയത്തിൽ സംഭവിച്ചത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. രാമനിലയത്തിൽ ഞാൻ ചെന്നു. രാമനിലയത്തിൽ ജാവദേക്കർ എന്നെ കാണാൻ വന്നു. രാമനിലയത്തിന്റെ ലെഫ്റ്റ് സൈഡ് റൂമിൽ, റിസപ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ EP ഒരു മുറിയിലും ഓപ്പോസിറ്റ് മന്ത്രി രാധാകൃഷ്ണനും. രാധാകൃഷ്ണന്റെ മുറി തുറന്നു വെച്ചിരിക്കുന്നു. റൈറ്റ് സൈഡിൽ ഗോവിന്ദ മാഷ്, അതിന്റെ തൊട്ടടുത്ത റൂമിൽ ഞാനും ഇരുന്നു. ശോഭ അവിടെ കയറി ഏതോ റൂമിൽ കയറി പറ്റിയിട്ടാണ് ശ്രമിച്ചെങ്കിൽ ശോഭയ്ക്ക് ഈ സാധനം കയ്യിലുണ്ടോയെന്ന് ശ്രീനിവാസനും മോഹൻലാലും കൂടി ഒരു സംഭവം കൊണ്ട് അമേരിക്കൻ അക്കൗണ്ട് ജാവദേക്കർ ഏത് റൂമാണെന്ന് കൊട്ടി വിളിക്കാൻ പറ്റൂലല്ലോ. ഞങ്ങൾ പോയിട്ട് ശോഭയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല, മനസ്സിലായ? ജാവദേക്കർ തലേ തുണിയിട്ട് വരൂല. പിന്നെ EP ജയരാജന് ഒരു മൂവ്മെന്റും അങ്ങനെ നടത്താൻ പറ്റില്ല. കാരണം കറ തീർന്ന കേഡർ കമ്മ്യൂണിസമുള്ള പോലീസുകാരെയാണ് കൂടിയിട്ടേക്കണം, മുഖ്യമന്ത്രിയുടെ അനിലെ പോലെ. അവർ പറഞ്ഞു കൊടുക്കും. അപ്പം തന്നെ അന്ന് 2 പേരുണ്ട് ഡ്യൂട്ടിക്ക്. അവർ EP ഇനി അവരെ മാറ്റി നിർത്തി വരാൻ വെച്ചാൽ അവർ മാറിയിരിക്കും. ഫ്ലാറ്റിൽ അവരെ ഭക്ഷണത്തിന് പറഞ്ഞു വിട്ട സമയമായതുകൊണ്ടാണ് ഞങ്ങൾ ചെന്നത് അറിയാഞ്ഞത്. ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം 1 മണിയായി. ഇവർ ലഞ്ച് കഴിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചു, മനസ്സിലായ? അപ്പം അത്രയുമുള്ള ഒരാളെ എങ്ങനെ അവർ പറയും എന്നുള്ളത് എനിക്കറിയാം. ഞാൻ അച്യുതാനന്ദനോട് ഗോപി എന്താണെന്ന് നോക്കി പാർട്ടിയെ റിപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. അച്യുതാനന്ദന്റെ ഗൺമാൻ. അല്ലല്ല പറയാം. ഞാൻ EP വിളിച്ചു. EP ഫോൺ എടുക്കാണ്ട് വന്നു. അവിടെ റേഞ്ചിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഏറ്റവും ടോപ്പ് പവർ ആണെങ്കിൽ റേഞ്ച് കിട്ടൂല അവിടെ. കാരണം ആ ബിൽഡിങ്ങും എയർപോർട്ടുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഇത്തിരി റേഞ്ച് പ്രശ്നമുണ്ട്. എന്നെ രാജുവിനെ വിളിച്ചു. അപ്പോൾ രാജു പറഞ്ഞ അച്ഛൻ ഇവിടെ ഉണ്ട്, എൻ്റെ കുട്ടിയുടെ തലേ ദിവസവും രാജുവിനെ ഞാൻ വിളിച്ചിരുന്നു. എൻ്റെ അച്ഛൻ ഉണ്ടാവും അവിടെ എന്നറിയാൻ. കാരണം AK സെൻ്ററിൻ്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ പോകാൻ പറ്റൂല. കാരണം അവിടെ റിസപ്ഷൻ ഉണ്ട്. അവിടെ റിസപ്ഷൻ നോട്ട് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. ലിഫ്റ്റ് കയറണമെങ്കിൽ അവിടെ ആക്സസ് വേണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ലിഫ്റ്റിന് ആക്സസ് ഉണ്ട്, പക്ഷെ ആക്സസ് കൊടുത്തിരുന്ന ആക്സസ് ഓപ്പൺ ആക്കി കാരണം ഞങ്ങൾക്ക് ലിഫ്റ്റ് ഓൺ ചെയ്യാൻ പറ്റും. ഇവിടെ ആക്സസ് വേണം. ആരുടെ ഫ്ലോറിലേക്കാണോ അവർ ആക്സസ് ചെയ്താലേ. പക്ഷെ ഇത് ആക്സസ് ഓപ്പൺ ആക്കി തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നു. ഞാൻ EP വിളിച്ചു പറഞ്ഞു, എൻ്റെ കൂടെ ഒരു സർപ്രൈസ് ഉണ്ട്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സർപ്രൈസ് എന്ന് പറഞ്ഞു. എന്നാൽ വരാൻ പറഞ്ഞു. കാര്യം പറഞ്ഞിരുന്നില്ല. പിന്നെ ഞങ്ങൾ സ്ട്രേഞ്ചർ ആണെങ്കിൽ ഈ ആ വാതിലിന് മാജിക്കായി ഉണ്ട്, അതിൽ കൂടി നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന് ജഗതി പറഞ്ഞിട്ട് ഡോർ തുറന്ന് ഞങ്ങളത് കയറി ഇരുന്നു. പിന്നെ ജാവദേക്കർ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. ടക്കടക്കുന്ന ജാവദേക്കർ ഭയങ്കര സ്പീഡ്. ജാവദേക്കർ മൊത്തം കേരളം പിടിക്കാൻ ഇറങ്ങിയൊക്കെയല്ലേ. ജാവദേക്കർ തുടങ്ങി. ജാവദേക്കർ iPad എടുത്തിട്ട് ഇങ്ങനെ സുധാകരൻ്റെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത്, സുധാകരൻ ഈസ് ചീറ്റിംഗ്, ലൂസിങ് സുധാകരൻ, രമേശ് ചെന്നിത്തല ലൂസിങ്, മുരളി ലൂസിങ്, ശോഭ ത്രൂ കുഞ്ഞാലിക്കുട്ടി, നത്തിങ് ഈസ് ഹാപ്പൻഡ് ഇങ്ങനെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ജാവദേക്കർ പറഞ്ഞ് ആ സമയത്താണ് വൈദേഹത്തിനെതിരെ ED പെറ്റീഷൻ കിടപ്പുണ്ട്,
അത് ജാവദേക്കർ എവിടെ നിന്ന് കോപ്പി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതൊരു മാർക്കിംഗ് ഒക്കെ കാണാം, ഫോട്ടോസ്റ്റാറ്റ് എടുത്തേക്കണത് ജാവദേക്കർ എടുത്ത്. സം പെറ്റീഷൻ ഒക്കെ യു എന്ന് പറഞ്ഞപ്പോൾ ഇ പി ചൂടായി. ഇ പി അറിയാവുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞു ദാറ്റ് പെറ്റീഷൻ വാട്ട് എവർ യു പ്രൊസീഡ് ഐ എം നോട്ട് ബോധേഡ്. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു ജാവദേക്കർജി ഈ കേസിൽ ഇസിക്ക് ഇ ഡിക്ക് കേസ് എടുക്കാൻ പറ്റൂല, കാരണം ഇൻകം ടാക്സ് വെരിഫിക്കേഷനേ നടത്തിയിട്ടുള്ളൂ, ലോക്കൽ പോലീസിന്റെ എഫ്ഐആർ ഇല്ല, CBI എഫ്ഐആർ ഇല്ല, പിന്നെ എങ്ങനെ ECR രജിസ്റ്റർ ചെയ്യുന്നു ചോദിച്ചാൽ. അതിനുശേഷം ഇൻകം ടാക്സ് അവരൊരു ഒരു കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് ED ECIR ഇട്ടുണ്ട്. അതിനകത്ത് അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം 3.5 കോടി കൊണ്ടുവന്നു. രമേശ് എന്ന് പറഞ്ഞ് ഇപ്പം പാലം വലിച്ചൊരു ഡയറക്ടർ ഉണ്ട്, അയാളും അയാളുടെ മകളും ഈ അഷ്റഫ് കൊണ്ടുവന്ന പണം അവരുടെ ഷെയറാക്കി, അത് 1 കോടി രൂപ സംബന്ധിക്കും. രമേശും ഫിദ രമേശും ഈ 3.5 കോടി രൂപ അദ്ദേഹം ക്യാഷ് കൊണ്ടുവന്നിട്ട് ഇവിടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് മാറ്റിയേക്കണം. അതാണ് അതിനകത്ത് ED ക്വസ്റ്റൻ ഉള്ളൂ. പിന്നെ എങ്ങനെ ED പിടിക്കാം? ഞാൻ EP ന്യായീകരിക്കൊന്നുമില്ല, അയാൾ പറഞ്ഞത് ഞാൻ തട്ടിപ്പുകാരനാന്ന് വെച്ചാണ് കഴിഞ്ഞ ദിവസം, ഇല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ തട്ടിപ്പുകാരനാണ്, ഞാനൊരു തട്ടിപ്പും ചെയ്തിട്ടില്ല, മനസ്സിലായ? പക്ഷെ പുറത്താക്കൂലെന്ന് എനിക്കറിയാം, പുറത്താക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. കാരണം ഈ ഡയലോഗിന് ശേഷം അദ്ദേഹം പാർട്ടി മീറ്റിങ്ങിലാണ് പോയത്, അദ്ദേഹം ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്, വ്യക്തമായി കൃത്യമായും പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള മുഴുവൻ ഫോളോപ്പും ഞാനും ജാവദേക്കറും തമ്മിലായിരുന്നു. ജാവദേക്കർ ഏക ഡിമാൻഡ് എന്താണ്? ഞങ്ങൾക്ക് തൃശ്ശൂർ ജയിക്കണം, സുരേഷ് ഗോപിക്ക് എങ്ങനെ നേടണം, ഇത് ഞങ്ങളുടെ മിഷനാണ്. ഈ മിഷൻ എനിക്ക് ഡയറക്റ്റാണ് വന്നിരിക്കുന്നത്, ഈ മിഷന് നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾ അവിടെ CPI കാൻഡിഡേറ്റിനെ മാറ്റി മറ്റൊരു കാൻഡിഡേറ്റിനെ വയ്ക്കി, എന്ത് ധാരണയ്ക്ക് നമ്മൾ തയ്യാറാണ്. SNC ലെവലിൽ കൺസീഡ് ചെയ്യാനും. അപ്പോൾ ഈ SNC ലെവലിൽ കൺസീഡ് ചെയ്യാന്ന് ജാവദേക്കർ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു തുണ്ടു പേപ്പർ എഴുതിയപ്പോൾ അതിനകത്ത് SP രാജു അഡീഷണൽ സോളിസിറ്റർ ജനറൽ മൊബൈൽ നമ്പറുണ്ട്, മൊബൈൽ നമ്പർ എനിക്കറിയാം. അപ്പോൾ ജാവദേക്കർ സ്റ്റഡി ചെയ്തിട്ടാണ് വന്നേക്കണം എല്ലാം. അതല്ല EP പെറ്റീഷൻ ED ഡയറക്ടർ കിട്ടി മാർക്ക് ചെയ്ത് സീലടിക്കൂല, ഒരു ഓഫീസിൽ കിട്ടിയ ഡെസ്പാച്ച് നമ്പർ, അതാണ് ജാവദേക്കറുടെ കയ്യിൽ ഇരുന്നിരുന്നത്. ജാവദേക്കർ പ്ലാൻ ചെയ്ത് തന്നെ വന്നത്. എനിക്ക് ഇത്രയും പ്രിപ്പയർ ചെയ്യാനറിയില്ല. അന്ന് രാവിലെ ജാവദേക്കർ മന്നതിന് മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്തെത്തി. ജാവദേക്കർ കൊച്ചി ട്രിവാൻഡ്രം ഫ്ലൈറ്റിലാണ് വന്നത്. അന്ന് ജാവദേക്കർ CM കണ്ടിരുന്ന എയർപോർട്ടിൽ വെച്ച് എന്ന് വെച്ചാൽ സംസാരിച്ചെന്നല്ല, ജാവദേക്കർ ഇടിച്ചു കയറും. അന്ന് CM രാജം മിനിസ്റ്ററും ആ ഫ്ലൈറ്റിലുണ്ട്. CM അവിടെ ലോഞ്ച് ചെയ്ത് ജാവദേക്കർ കയറി അടി ചെയ്ത് കണ്ട് CM ഹൗ ആർ യു എന്ന് പറഞ്ഞു സംസാരിച്ചു. സ്വാഭാവികമല്ലേ? അന്ന് ആ ഫ്ലൈറ്റിലുണ്ട് CM. കാരണം ഞാൻ ആ ഫ്ലൈറ്റിന് സീറ്റ് എടുത്തപ്പോൾ എനിക്ക് 19 ആൽഫ കിട്ടി. 20 ആൽഫ VIP എന്ന് കണ്ട് ആരാന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ CM എന്ന് പറഞ്ഞ് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. കാരണം ഞാൻ പാവഭാരം ചുമക്കട്ടല്ല എന്ന് ഓർത്ത്. അതാണ് ഞാൻ ഇത് പറയാൻ കാര്യം. എനിക്ക് 19 ആൽഫ 20 സീറ്റുകളിൽ 20 ആർക്കാന്ന് CM അനിലും കാണിച്ചേക്കണം, മനസ്സിലായി? X മാർക്ക് VIP സെക്യൂരിറ്റി എക്സംപ്റ്റഡ് എന്നിട്ടേക്കണം. അതുകൊണ്ട് കാരണം അത് VIP ആയതുകൊണ്ട്. അപ്പം നമ്മൾ അന്വേഷിച്ച് IB-കാരോട് ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചപ്പോൾ നാളെ CM മൂവി ഉണ്ട് കണ്ണൂരിൽ നിന്ന് വന്നിട്ട്, കണ്ണൂരിൽ നിന്ന് CM കുറച്ച് നേരം ലോഞ്ച് ഇരിക്കും, അതിനുശേഷം പോകുള്ളെന്ന് പറഞ്ഞു. അതോ മെഡിസിൻ കഴിക്കാനായിട്ട് ജാവദേക്കറെ വെച്ചുകൊണ്ട് രാജ മിനിസ്റ്റർ പോയി കളഞ്ഞു. കാരണം ഇനി പന്തി കിടാവണ്ടെന്ന് ഓർത്ത്. അപ്പോൾ എന്താ തെറ്റ്? EP കണ്ടതിനല്ല തെറ്റ്, എൻ്റെ കൂടെ കൂടിയതിനാണ് തെറ്റ്. അല്ല, എന്നോട് ബന്ധം വേർപെടുത്താം, ബന്ധവുമില്ല. ഞങ്ങൾ തമ്മിൽ ആ 25-ാം തീയതി വിളിക്കുന്നതിനിടയിൽ കുറേ ഗ്യാപ്പ് വന്നു. ഞങ്ങൾ വിളിക്കാറില്ല അദ്ദേഹത്തെ. കാരണം അദ്ദേഹത്തെ ഞാൻ വിളിക്കാണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദേഹം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പാർട്ടി പ്രവർത്തനം നിർത്തുക, 73 വൈദേഹം നല്ല രീതിയിൽ നടത്തിയ നല്ല ഇൻകം. ഞാൻ പറഞ്ഞു ബെസ്റ്റ് പണി അതാണ്, നീ നിർത്ത്, കുറേ കാലമായില്ലേ എന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. ഞാൻ തന്നെ സംസാരിച്ചു, ഞങ്ങൾ തമ്മിൽ ഒരിക്കലും സംസാരം ഉണ്ടായി. എൻ്റെ സാന്നിധ്യത്തിൽ ഒരാൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായതുകൊണ്ട്. അപ്പോൾ EP-ക്കുള്ള പേടി എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു എൻ്റെ പേര് ഷെയർ എടുക്കണം എന്ന് പറഞ്ഞു. EP പറഞ്ഞു പറ്റൂല, നിങ്ങളുടെ പേര് ഷെയർ എടുത്താൽ അതിൻ്റെ സ്ഥിതി അറിയാമല്ല, മനസ്സിലായ? ആ നിലയ്ക്കുള്ള ഡിസ്കഷനുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഗ്യാപ്പ് വന്നു. പിന്നെ ഞാൻ വിളിക്കുന്നത് 25-ാം തീയതിയാണ് അദ്ദേഹത്തെ. കുറേ കാലമായിട്ട് ഞങ്ങൾ സംസാരിക്കാറ്. ഇതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം. ശോഭ പറയുന്നത് പക്ക കളവ്. ഞാൻ ഇന്നലെ വിദേശത്തു നിന്ന് സംസ്ഥാനത്ത് ചെന്നൈ പോയി. ശോഭ എന്ന് പറയുന്ന ശോഭയുടെ സംരക്ഷിത ഭർത്താവ്, അത് മോഹൻദാസിൻ്റെ ഭാര്യ പ്രസന്നയുടെ കേസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനാണ് ഞാൻ പോയത്. എനിക്ക് കിട്ടിയിട്ടില്ല, ഇന്ന് കിട്ടും. ഇപ്പോൾ നമ്മുടെ ആളുകൾ അത് എടുക്കുന്നുണ്ട്. വിനീത് കുമാർ എന്ന് പറഞ്ഞ വക്കീലാണ്. ഞാൻ ശോഭയുടെ ഇന്ന പ്രോപ്പർട്ടി മേടിക്കാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രസന്ന മദ്രാസിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നെ അറിയാതെയാണ് ഈ പ്രോപ്പർട്ടി വിറ്റെന്ന്. എൻ്റെ ആഭരണങ്ങൾ ശോഭ പിടിച്ചു വാങ്ങി. ഒരു ക്വാളിറ്റി ഇല്ല ശോഭയ്ക്ക്, തട്ടിപ്പുകാരി. ഞാൻ അതിന് കേസ് കൊടുത്തോട്ടെ? ശോഭ പക്ക തട്ടിപ്പ്. അല്ലെങ്കിൽ എൻ്റെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചു, എന്നെ കൊണ്ട് ഒരെണ്ണോളം എടുപ്പിച്ചേക്കണം, പല പണി എടുപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം ശോഭ ഡൽഹിക്ക് പോകാൻ വന്നപ്പോൾ വിസ്താര ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് ഉണ്ട്, ശോഭ ഇക്കോണമിയാണ്. ശോഭയ്ക്ക് ജാവദേക്കറുടെ ചെവി തിന്നാനോ ആരുടെ ചെവി തിന്നാൻ വേണ്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പൈസ ഇല്ല.
12,000 കൊടുത്താൽ സ്പോട്ട് അപ്ഗ്രേഡേഷൻ കിട്ടും. ശോഭ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തിയ സുഹൃത്തിൻ്റെ നിന്ന് കാശ് മേടിച്ചു. അയാൾ എന്നെ വിളിച്ചു ചോദിച്ചു, ഞാൻ കാശ് കൊടുക്കേണ്ട ശോഭയ്ക്ക് തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്നോട് പറയരുത്. അങ്ങനെ ശോഭ നമ്മുടെ സർവീസും സേവനവും ഒക്കെ അനുഭവിച്ചിട്ട് ഞാൻ ശോഭ പിണറായി കണ്ടത് നിങ്ങൾക്ക് വേണോ? അജി കൃഷ്ണൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ആദിവാസി ട്രസ്റ്റ് നടത്തുന്നുണ്ട് പാലക്കാട്. അജി കൃഷ്ണൻ കേട്ടിട്ടുണ്ടോ? അയാൾ അറസ്റ്റിലായി. എന്തോ അയാളുടെ അജി കൃഷ്ണൻ. പാലക്കാട് ഒരു ട്രസ്റ്റ് ഉണ്ട്. ഈ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തെന്ന് മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങിയതിന് ആദിവാസികളുടെ വീട് പണിത് കൊടുക്കലാണ് ആ ട്രസ്റ്റിന്റെ പണി. പാലക്കാട് അജി കൃഷ്ണൻ അന്വേഷിച്ചറിയാം. പാലക്കാട് ആ ട്രസ്റ്റിന്റെ അജി കൃഷ്ണൻ തടഞ്ഞില്ലെങ്കിൽ ശോഭ ഈ ഇലക്ഷന് പോയേനെ. അജി കൃഷ്ണൻ വിളിച്ചു നോക്കി. അജി കൃഷ്ണന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഇരിപ്പുണ്ട്. അജി കൃഷ്ണൻ ഇവിടെ വരുത്താം. അജി കൃഷ്ണന്റെ വിവരം പറഞ്ഞു ശോഭ 16-ലും ശ്രമിച്ചു, നിവർത്തിയില്ലാണ്ട് 21-ലും ശ്രമിച്ചു. കാരണം ശോഭയ്ക്ക് പിടികിട്ടി തൃശ്ശൂർ തൂത്തു വരും LDF എന്ന്. മനസ്സിലായോ? HRDS അജി കൃഷ്ണൻ തടഞ്ഞ് സാമ്പത്തിക പ്രതിസന്ധി ശോഭയുടെ മാറ്റിയില്ലെങ്കിൽ ശോഭ ഈ 21-ൽ LDFന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ശോഭയ്ക്ക് എന്താ ക്വാളിറ്റി? ഒരു കേസും അന്വേഷണം വന്നാൽ ജാവദേക്കർ ശോഭ ഉണ്ടെന്ന് പറയുമോ? ഇല്ല. പറയാൻ ജാവദേക്കർക്ക് പറ്റുമോ? എന്നെയല്ലേ ജാവദേക്കർ ഡീൽ ചെയ്തേക്കണത്. ഞങ്ങൾ തുടരെ ഡീൽ ചെയ്ത്. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ എടുത്തറിയാം. ഫെബ്രുവരി 25 ജാവദേക്കർ റിട്ടയർമെന്റ് ആയിരുന്നു രാജ്യസഭയിൽ. അദ്ദേഹത്തിന്റെ സ്പീച്ച് അയച്ചിട്ട് എന്നോട് അദ്ദേഹം ചോദിച്ചു, വാട്ട് ഔട്ട് മൈ സ്പീച്ച് എന്ന് ചോദിച്ചു. ഈസ് ബെസ്റ്റ്, ഈസ് ഗുഡ്. അന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹം ഈ സർവീസ് എല്ലാം നടത്തിയത് രാജ്യസഭ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതാണ്. ഇന്ന് കൂടും കുടുക്കി എടുക്കണം. ടെന്യൂർ കഴിഞ്ഞ് വീടൊഴിയണം. കാരണം ഒരു മാസമോ രാജ്യസഭ കഴിഞ്ഞാൽ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കൊമേഴ്സ്യൽ റൈറ്റ് അടയ്ക്കണം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം. ഇന്ന് തീരുക ഒന്നും കിട്ടിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം പാനിക്കാണ്. അദ്ദേഹം ശ്രമമെല്ലാം നടത്തിയത് രാജ്യസഭ എക്സ്റ്റൻഷൻ, ആ വീട് കണ്ടിന്യൂ ചെയ്യാം, പ്രൊട്ടക്ഷൻ എല്ലാം തീർന്നു. അദ്ദേഹം പ്രവർത്തിച്ചത് മാത്രം ഗുണം കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഒരു ഇഷ്യൂ വന്ന് അദ്ദേഹം പറയൂ നീ. കാരണം അദ്ദേഹത്തെ ബാധിക്കണല്ലേ, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ബാധിക്കണല്ലേ. മനസ്സിലായില്ലേ? ഞാൻ EP-യോട് സർപ്രൈസ് എന്ന് പറഞ്ഞൊന്നല്ലാണ്ട് ചെന്നപ്പോൾ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞേക്ക്, ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ താങ്കളുടെ വീട്ടിലൊരു സ്ട്രേഞ്ചർ വന്നാൽ താങ്കൾ എന്ത് ചെയ്യും? മാജിക് ആയി കൂടി നോക്കി പറ്റിയില്ലെങ്കിൽ ഡോറ് തുറക്കൂല, സോറി എന്ന് പറയും. ഇല്ലേ? തുറന്നു. അതേ പറഞ്ഞ വെൽക്കം ടു ഊട്ടി എന്ന് ജഗതി പറഞ്ഞിട്ട് കയറാൻ പറഞ്ഞു. കയറി ഇരുന്നു. ഉടനെ വടക്കിന്ത്യൻ മോഡലിൽ ചായ കാപ്പി വന്നു. സംസാരം തുടങ്ങി. എന്ത് ചെയ്യാൻ പറ്റൂ? അപ്പോഴും BJP പോകാനല്ല, അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ പക്ക പാക്കേജ് ആയിരുന്നു. അത് ലൂസ് ചെയ്തായിരുന്നു. എന്താണെന്നറിയാമോ? ഈ ഒരു സീറ്റ് വെച്ചിരുന്നെങ്കിൽ LDFന്റെ നഷ്ടം വരില്ല. ഇപ്പൊ ജൂൺ 4 കണ്ടോ നിങ്ങൾ വരാൻ പോണ നഷ്ടം? ഈ ഒരു സീറ്റിൽ മാക്കിയും ബാച്ചപ്പ് ചെയ്യാന്ന്. എന്റെ ജാവദേക്കറിന്റെ ഈ വർത്താനം എന്ന് പറഞ്ഞാൽ ജാവദേക്കർ 26-ലും നിങ്ങൾക്ക് ഗുണം കിട്ടുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ജാവദേക്കറോട് ചോദിച്ചു 24-ൽ LDF വന്നില്ലെങ്കിൽ ചെയ്യും. അവിടെ വെച്ചാണ് EP എണീക്കണത് കസേരയെന്ന്. ആ ജാവദേക്കർ ആ ഓവർ കോൺഫിഡൻസിൽ ഇത്രയുള്ള ഡയലോഗാണ് പാളിയത്. 26-ല് അത്രയും കയറി പറയണ്ടായിരുന്നു. ഇവിടെ വെച്ച് നിർത്തിയാൽ മതിയായിരുന്നു. EP ഒന്ന് മെരിങ്ങേനെ. ഇത് 26-ഉം പിടിച്ചേരാന്ന് പറഞ്ഞാൽ 24-ലെ ഇലക്ഷൻ കഴിഞ്ഞ് വന്നില്ലെങ്കിലോ